ക്യാൻസർ പറയുകയാണെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ചില സോളിഡ് ട്യൂമേഴ്സ് ഉണ്ട്, അതായത് കരളിലുണ്ടാവുന്നത്, കിഡ്നിയിലുണ്ടാവുന്നത്. ഇതിനൊക്കെ അതിൻ്റെ സൈസും പ്രത്യേക ക്രൈറ്റീരിയകളും വെച്ച് നമുക്കതിനെ ഒരു മേജർ ഓപ്പറേഷൻ ഒഴിവാക്കിക്കൊണ്ട് കരിച്ച് കളയുന്ന ചികിത്സാ രീതികളാണ് ഒന്നാമതായിട്ടുള്ളത്. അത് ചൂട് കൊണ്ട് കരിപ്പിക്കുന്നതാവാം, മൈക്രോവേവ് അബ്ലേഷൻ എന്ന് പറയുന്നത് പോലെ, അതല്ലെങ്കിൽ തണുപ്പ് കൊണ്ട് ക്രയോ അബ്ലേഷൻസ് കിഡ്നിയിലൊക്കെ പലപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കരളിൽ ഒരു 2 സെൻറ്റിമീറ്റർ ട്യൂമർ, ഓൾറെഡി സിറോസിസ് ഉള്ള പേഷ്യൻ്റ് ഒരു 2-3 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു ട്യൂമർ ആകുമ്പോൾ സർജറി ചെയ്യുമ്പോൾ അതിൻ്റെ കരളിൻ്റെ ഒരു ഭാഗം തന്നെ എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഓൾറെഡി കരളിൽ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അത് തീർത്തും പോസിബിൾ ആവില്ല. അപ്പോൾ കറക്റ്റ് അൾട്രാസൗണ്ട് സ്കാനും CT സ്കാനും ഉപയോഗിച്ച് ആ ട്യൂമറിൻ്റെ അകത്തേക്ക് ഒരു സൂചി, അതിൻ്റെ സെൻറ്ററിലേക്ക് സൂചി കടത്തിവിട്ട് ചൂട് കൊണ്ട് ആ ട്യൂമറിനെ കരിച്ച് കളയുന്ന അവസ്ഥയാണ്. അതുപോലെ ചില വലിയ ട്യൂമറാണ് കരളിലൊക്കെ വരുന്നതാണെങ്കിൽ അവിടെ വരെ ഒരു ട്യൂബ് കൊണ്ടെത്തി ചെന്നിട്ട് ആ ട്യൂമറിൻ്റെ അകത്തോട്ട് മാത്രം കീമോതെറാപ്പി മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ചികിത്സ, ടേസ് എന്ന് പറയുന്ന ചികിത്സാ രീതി. അതുപോലെ സെലക്റ്റീവ് ആയിട്ടുള്ള ട്യൂമർ ഏരിയാസിൽ നമുക്ക് അതിനായ റോളുണ്ട്. പിന്നെ പലപ്പോഴും അസുഖ നിർണയത്തിനാണ് നമ്മൾ പലപ്പോഴും വരും, ശ്വാസകോശത്തിലാവട്ടെ എവിടെയുള്ള ട്യൂമറിന് ബയോപ്സി എടുത്ത് കൊടുക്കുക എന്നുള്ളതും ഇൻ്റർവെൻഷണൽ റേഡിയോളജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇത് എല്ലാവിധം കീമോതെറാപ്പിയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബോഡിയിൽ സ്പ്രെഡായി കിടക്കുന്ന ക്യാൻസർ, അങ്ങനത്തെ ക്യാൻസറിന് നമുക്ക് സിസ്റ്റമിക് കീമോതെറാപ്പിയും മെഡിസിൻസ് തന്നെ വേണ്ടി വരും. എന്നാൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ കരൾ ട്യൂമറിലൊക്കെ ഇതേ ഡോസ് നമുക്ക് ബോഡിയിൽ കൊടുത്താൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്ത് കറക്റ്റ് ആ ട്യൂമറിൽ മാത്രം മരുന്ന് കൊടുക്കാവുന്ന രീതിയാണ് ഈ ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ. സെലക്റ്റീവ് ആയിട്ടുള്ള കേസുകളിൽ വളരെ വളരെ ഫലപ്രദമാണ്.